പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ ബിജെപി കർഷക മോർച്ച പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ. സർക്കാർ നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, അവരുടെ വിഷമങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരുടെ ആവശ്യങ്ങൾ അവർ ജനം ടിവിയിലൂടെ അറിയിച്ചതുമാണ്. എന്തായാലും സർക്കാർ യാതൊരു കാരണവശാലും മയപ്പെടുന്നില്ല. പാലക്കാട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കേണ്ട ഗതികേടിലാണ് ബിജെപി കർഷക മോർച്ച. എന്തായാലും ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട് വിഷയത്തിൽ. അരുൺ പറയും. തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമാണ് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ ബിജെപി കർഷക ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ ബിജെപി കർഷക മോർച്ച പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് എത്തി ഓഫീസ് ഉപരോധിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ഈ ഓഫീസ് തുറക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അവർ ഓഫീസ് തുറക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഈ സപ്ലൈകോയുടെ ഒന്നാം നിലയിലുള്ള ബിൽഡിംഗിൽ നിന്നും താഴേക്ക് അവർ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബിജെപിയുടെ ഈ കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷന്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഈ സമരം പുരോഗമിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം? നെല്ല് കൊയ്ത് കഴിഞ്ഞ് 60 ദിവസമായിട്ട് നെല്ല് സംഭരണം ആരംഭിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. മില്ലുകാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നെല്ല് സംഭരണം ഉടനെ ആരംഭിക്കണം. നെല്ലിന്റെ വില 42 മണിക്കൂർ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക മോർച്ച നേതൃത്വത്തിൽ ഇന്ന് സപ്ലൈകോ ഓഫീസ് തുറക്കാത്ത രൂപത്തിലുള്ള സമരമാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ തുറക്കാൻ അനുവദിക്കില്ല. ഉദ്യോഗസ്ഥരെ തീർച്ചയായും തുറക്കാൻ അനുവദിക്കില്ല. സർക്കാർ ഇടക്കിടക്ക് മീറ്റിംഗ് ചേരുന്നു എന്നല്ലാതെ ഒരു കൃത്യമായ നടപടി സംഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നില്ല. കർഷകരോട് ഏറ്റവും നടത്തുന്ന വെറും വഞ്ചനയാണത്. കർഷകരെ ചതിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കൃഷിമന്ത്രിയും ഈ കേരള സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മില്ലുടമയും കൃഷി വകുപ്പും തമ്മിലുള്ള ചർച്ച കർഷകരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ ഇതിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ലക്ഷ്യം നേടുന്നത് വരെയുള്ള സമരവുമായിട്ട് കർഷക മോർച്ച മുന്നോട്ട് തന്നെ പോകും. ഈ സഹകരണ ബാങ്ക് മുഖാന്തരമൊക്കെ സംഭരിക്കും, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെയാണ് ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത്. ഇതൊക്കെ വല്ലതും നടക്കുന്നതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ സഹകരണ ബാങ്കും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് നെല്ല് സംഭരിക്കും എന്ന് പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമല്ല. ഒന്നാമത് കാരണം ഇതുവരെയും സപ്ലൈകോ നെല്ലെടുത്ത് 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പൈസ കൊടുത്തിരുന്നു. ഇപ്പോൾ നെല്ല് സംഭരണമേ നടന്നിട്ടില്ല. കർഷകരുടെ നെല്ല് പാടത്തും വരമ്പത്തും കിടക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഞങ്ങൾ ഇതിൽ പിന്നോട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ നെൽകൃഷി ഇപ്പോഴും നെല്ല് കൊയ്തിട്ട് കിടക്കുകയാണ്, കെട്ടിക്കിടക്കുക, പാടത്ത് കെട്ടിക്കിടക്കുകയാണ്. നമുക്കറിയാം, വീട്ടിലെ ഭാര്യയും താലി ചെയിൻ അടക്കം വെച്ചിട്ടാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. പക്ഷെ അത് തിരിച്ചെടുക്കാനടക്കം പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. എന്നിട്ട് നമുക്ക് കൃഷി ഇറക്കി അത് യഥാസമയത്ത് വിളവെടുക്കുന്ന സമയത്ത് സർക്കാർ സാധാരണ അറിയാലോ, എല്ലാ ഇന്ന സമയത്ത് വിളവിറക്കുന്നു, അത് 3 മാസം കൊണ്ട് വിളവെടുക്കുമെന്ന് സർക്കാരിന് യഥാർത്ഥമായിട്ട് അറിയാവുന്നതാണ്. ഇതൊരു പ്രത്യേക സാഹചര്യമല്ലോ. കേരളത്തിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കൃഷി ഇറക്കാനുള്ളത്. അപ്പോൾ യഥാസമയത്ത് നെല്ലെടുക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് എന്തുകൊണ്ടുണ്ടാവുന്നില്ല? സർക്കാരിന് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണ്. ഇതിനൊരു നടപടി തീർച്ചയായും ഉണ്ടാവണം. അതുതന്നെയാണ്. ഏതായാലും കർഷകരുടെ നെല്ല് ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ കർഷകരല്ലേ? നിങ്ങളുടെയൊക്കെ നെല്ല് ഇപ്പോൾ സാധാരണ വീട്ടിലാണ് ഞങ്ങളുടെയൊക്കെ നെല്ല് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത്. ഇതിനൊരു സ്ഥിരം സംവിധാനമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇന്നെടുത്തത് കൊണ്ട് എടുത്തത് കാര്യമില്ല. ഇതിനൊരു സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനം ഗവൺമെൻറ് കാലാകാലങ്ങളായിട്ട് എടുക്കാത്തതിൻ്റെ ഭവിഷ്യത്തായിട്ടാണ് കേരളത്തിലെ കൃഷിക്കാർ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. അതുതന്നെയാണ്. ഏതായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. കാരണം ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് പ്രധാന ആവശ്യമായിട്ട് ഉയരുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊയ്ത്ത് ഏറെക്കുറെ 95% പൂർണ്ണമായി കഴിഞ്ഞു. മാത്രമല്ല കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടു. ഇതുവരെയും നെല്ല് സംഭരണം ആരംഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. നെല്ല് സംഭരണം ഏറെക്കുറെ സെപ്റ്റംബർ മാസം, അത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസം പകുതിക്കെങ്കിലും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ നവംബർ മാസം പകുതിയിലേക്ക് അടുക്കുന്ന സമയത്തും നെല്ല് സംഭരണത്തിൽ യാതൊരു തീരുമാനവും ആവാത്ത സാഹചര്യം. കർഷകരുടെ വീടുകളിലും മറ്റുമൊക്കെ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യം. ശക്തമായ മഴ, കിഴക്കൻ മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ തുലാവർഷം പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ നെല്ല് അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ കർഷകർക്ക് കഴിയാത്ത ഒരു സ്ഥിതി ഒരു മറുവശത്തെ തുടർന്ന് പല കർഷകരും വളരെ തുച്ഛമായ വിലയ്ക്ക്
നിരക്ക് 18 രൂപ മുതൽ 22 രൂപ വരെയുള്ള നിരക്കിൽ വലിയ നഷ്ടത്തിൽ നെല്ല് സ്വകാര്യ മില്ലുകൾക്ക് വിൽക്കാൻ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യമാണ് പൊതുവിലെ ഉള്ളത് എന്നുള്ളതാണ്. സർക്കാരാണെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടും ഇതിലൊരു പരിഹാരവും ആവുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ മില്ലുകൾ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് സർക്കാർ ഈ വിഷയത്തിൽ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ജൂൺ മാസം മുതലേ സർക്കാരിനോട് പറയുകയായിരുന്നു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിരന്തരം പറയുകയായിരുന്നു. പക്ഷെ സർക്കാർ അപ്പോഴൊന്നും ചെയ്തില്ല. ഏറ്റവും അവസാനം ഒക്ടോബർ അവസാനമായപ്പോഴാണ് തങ്ങളോ ഈ സർക്കാർ പ്രതിനിധികൾ സപ്ലൈകോയുടെ പ്രതിനിധികളൊക്കെ വന്ന് സമീപിച്ചത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം സ്വകാര്യ മില്ലുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ BJP കർഷക മോർച്ച പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് സർക്കാർ. നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ഇരമ്പുന്നത്. വിവരങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരാണ്.